ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളിയിരിക്കുന്നു. സാന്ദ്ര തോമസ് വളരെ വൈകാരികമായത് പ്രതികരിക്കുകയുണ്ടായി. 9ഓളം സിനിമകൾ താൻ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് അത് 2 സിനിമകൾ മാത്രമേ സ്വതന്ത്രമായി നിർമ്മിച്ചുള്ളൂ എന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. ഇപ്പോൾ ഭരണാധികാരി ഒക്കെ പറയുന്നത് ഇനി കോടതിയിൽ കാണാമെന്ന രീതിയിലാണ് പറയുന്നത്. സുരേഷ് കുമാറും ഒക്കെ വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നൊരു സാഹചര്യം വന്നു. എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ അതിൻ്റെ ഒരു വോട്ടർ കൂടിയാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം. അതെ, ഞാൻ വോട്ടവകാശമുള്ളൊരു മെമ്പറാണ്. ഇപ്പോൾ സിനിമാ സംഘടനകളിലെല്ലാം പ്രശ്നമാണ്, കലുഷിതമാണ് സംഘടനകൾ. ഫെഫ്കയിൽ മാത്രമാണ് ഒരു പ്രശ്നമല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആക്ച്വലി സംഭവിക്കുന്നത്, വനിതാ നിർമ്മാതാക്കൾ, ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചിലരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബൈലോ എന്ന് പറയുന്നത് ഒരു കമ്പനിക്കാണ് മെമ്പർഷിപ്പ്. ആ കമ്പനിയെ ആര് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഒരു കമ്പനിയുടെ പേരിൽ 3 സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്ക് മത്സരിക്കാം. അത് പ്രൊപ്പറേറ്റർ ആയിരിക്കാം, മാനേജിംഗ് പാർട്ണർ ആയിരിക്കാം. അങ്ങനെയാണ് ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് 5 വോട്ടുണ്ട്. അപ്പോൾ കമ്പനിക്കാണ് 5 കമ്പനികളുടെ പ്രൊപ്പറേറ്ററാണ് ആൻഡ്രോ ജോസഫ്. അതുകൊണ്ടാണ് ആൻഡ്രോയ്ക്ക് 5 വോട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആ വനിതാ നിർമ്മാതാവ് നേരത്തെ പാർട്ണർഷിപ്പിൽ സിനിമ എടുത്തിരുന്നു. അന്ന് പാർട്ണർഷിപ്പിൽ സിനിമ എടുക്കുമ്പോൾ ഇവരുടെ പേരിലാണ് സെൻസസ് സർട്ടിഫിക്കറ്റും, ഇവരാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഒരു സമയം കഴിഞ്ഞ് ഈ 9 സിനിമകൾ കഴിഞ്ഞപ്പോൾ അവർ പാർട്ണർഷിപ്പ് പിരിയുകയും മറ്റൊരാളുടെ പേരിലേക്ക് ആ കമ്പനി എഴുതി കൊടുക്കുകയും ചെയ്തു. വിജയ് ബാബു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊപ്പറേറ്റർ. അതെ, അതുകൊണ്ട് തന്നെ ഈ വനിതാ നിർമ്മാതാവിൻ്റെ പേരിൽ ആ കമ്പനി ഇല്ല. പിന്നീട് ഇവരുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, അതിൽ 2 സിനിമ എടുത്തിരിക്കുന്നു. ആ 2 സിനിമ എടുത്ത ഒരാൾക്ക് മത്സരിക്കാൻ പാടില്ല ഓഫീസ് ബെയറായിട്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുക. 3 സിനിമകൾ വേണം എന്നുള്ളതാണ് അവിടുത്തെ ബൈലോ. ഇത് ബൈലോ ആ സംഘടന ഉണ്ടാക്കിയ കാലം മുതൽ അങ്ങനെയാണ്. അതായത് ആരെങ്കിലും വന്ന് അതിൻ്റെ ഓഫീസ് ബെയറർ ആവരുത്, ഒരു 3 സിനിമയെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എന്നുള്ളത് അവരെ ബൈലോയിലുള്ളതാണ്. ഇനി കോടതിയിൽ പോയിട്ട് കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്നറിയില്ല. എന്നാൽ ഈ പലരും വന്ന് വിഴുപ്പലക്കുക. ഇപ്പോൾ ശശി അയ്യഞ്ചറ എന്ന് പറയുന്ന നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, അദ്ദേഹം നിർമ്മാതാവാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂ പറയുന്നു, അവിടെ അഴിമതിയാണ് നടക്കുന്നത്, അവിടെ ഓഫീസ് ബിൽഡിംഗ് തുടങ്ങി. ഈ വനിതാ നിർമ്മാതാവ് ചോദിച്ചു, എന്തിനാണ് അവിടെ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്, എന്തിനു വേണ്ടിയാണ്? അതിനിപ്പോൾ AK സെൻറ്റർ എന്തിനാണ് നിർമ്മിച്ചതെന്ന് CPM-നോട് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഒരു CPM-ൻ്റെ അംഗം ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു ബിൽഡിംഗ് പണിതത്, അത് അംഗങ്ങൾക്ക് ആ പണം കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഒരു മൗഢ്യമായ ചോദ്യമാണ്. അത് പോട്ടെ. അതിന് 1.5 കോടി രൂപ കടമുണ്ടായിരുന്നു, 1.5 കോടി അതിലധികമോ കടമുണ്ടായിരുന്നു ആ ബിൽഡിംഗ് നിർമ്മിച്ചപ്പോൾ. അന്ന് അമ്മയാണ് സഹായിച്ചത്, അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ. അതിനുശേഷം അമ്മ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി ഒരു ഷോ ചെയ്ത് കൊടുത്താണ് ആ കടം വീട്ടിയത്. പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി കൊടുത്തു, അങ്ങനെ 1.5 കോടി രൂപ ഇവർക്ക് കൊടുത്ത് ആ കടം വീട്ടിയത്. അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഇപ്പോഴാണ് കടമില്ലാത്തൊരവസ്ഥയായി. പിന്നെ അതിൻ്റെ ഓഫീസ് ബെയറേഴ്സ് കുറച്ച് കാലമായിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ്. പ്രസിഡൻ്റായിരിക്കുന്ന ആൾ പിന്നെ സെക്രട്ടറിയാകും, സെക്രട്ടറി പിന്നീട് ട്രഷററാകും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ശരിയാണ്. അവിടെ PDC എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് UFO, ക്യൂബ് എന്നൊക്കെ പറയുന്നത് പോലെ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. നേരത്തെ ക്യൂബും UFOയും PDX എന്ന് പറയുന്ന 2-3 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ഭീകരമായി പണം, അതിൻ്റെ ഒരു പ്രതിഫലം, അല്ലെങ്കിൽ ഓരോ തിയേറ്ററിലും പ്രദർശിപ്പിക്കുന്നതിനുള്ള റേറ്റ് കുത്തനെ അങ്ങ് കൂട്ടി. അങ്ങനെ വന്നപ്പോൾ നിർമ്മാതാക്കൾ തീരുമാനിച്ചു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അങ്ങനെ 180 പ്രദർശനശാലകളിൽ ഇവരുടെ എക്യുപ്മെൻ്റാണ് വെച്ചിരിക്കുന്നത്, അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല, ലാഭകരമായി പ്രവർത്തിക്കാവുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല.
ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടായുണ്ട്. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു, ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു. അതായത് 10 പേരടങ്ങുന്ന അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓഫീസ് ബെയറേഴ്സ്. ഇപ്പോൾ തുടരുമെന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്ന M. രഞ്ജിത്താണ് അതിൻ്റെ പിന്നിൽ അക്ഷീണം പരിശ്രമിച്ചത്. അവരൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് രജിസ്റ്റർ ചെയ്തു. എന്നാൽ അതിൻ്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഇതിനുണ്ടാവുന്ന എന്ത് ലാഭവും അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ ബൈലോയിലുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ കണക്ക് ഒക്കെ പരിശോധിക്കുമ്പോൾ അത് എല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും. എനിക്കും വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതിൽ ഈ PDC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന എത്രയോ ലക്ഷം രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈമാറിയിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കെ ശശി അയ്യഞ്ചർ പറയുന്നത് അത് ആ 10 പേര് ചേർന്ന് വീതിച്ചെടുക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഈ PDC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നുള്ള ലാഭം 10 പേര് കൂടി വീതിച്ചെടുക്കുകയാണെന്ന് പറയുന്ന ഇത്തരം ശുദ്ധ കള്ളത്തരങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ജനറൽ ബോഡി ചോദിക്കേണ്ടതുണ്ട് ശശി അയ്യഞ്ചരോട്. ഇത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് സത്യം അറിയാമെന്നിരിക്കെ നിങ്ങളത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളോട് നമുക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഒരു ശത്രുത ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ടാർണിഷ് ചെയ്യാം, അവരെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് പറയുന്നത്. അതിനില്ലാതാക്കാനുള്ള ഏറ്റവും വലിയ 2 ഉപാധികളാണ്. ഒന്ന് സ്ത്രീപീഡനവും, ഒന്ന് പണാപഹരണവും. ഇത് രണ്ടും പറഞ്ഞാൽ സമൂഹത്തിൽ അവഹേളിതരാകും. അതാണ് ഇവരൊക്കെ എടുത്ത് പെരുമാറുന്നത്. ഇപ്പോൾ ഈ വനിതാ നിർമ്മാതാവ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടോ, അത് നിങ്ങൾക്കതിന് തെളിവുണ്ടോ എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഇവർക്ക് കോടതിയിൽ പോയിക്കൂടി, കോടതിയിൽ പോയി അവരെയൊക്കെ അകത്താക്കിക്കൂടി. അപ്പോൾ ഒരു തെളിവുമില്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പണാപഹരണം അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരാൻ പോകുന്നത് എന്താണ്? അവർ നിർമ്മാതാക്കളുടെ സംഘടന ഉണ്ടാക്കിയിട്ട് കുറേ പേര് മാറിയിരുന്ന് അവർ തമ്മിൽ അവിടെ വീതം വെക്കുകയാണ്. പാവപ്പെട്ട നിർമ്മാതാക്കളെ കുത്തുവാളിയെടുപ്പിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്നവരുടെ നിന്ന് അതിൻ്റെ ഫീസ് ഇനത്തിലും ഒക്കെ കുറച്ച് കാശ് മേടിക്കുന്നു. എന്നാൽ ഇത് പബ്ലിക്കിന് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഈ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാ തുകയും കൊടുക്കണ്ട, ആദ്യം അഭിനയിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു 30%, അതിനുശേഷം പിന്നീട് അടുത്തൊരു പകുതി എത്തുമ്പോൾ പിന്നെ ഡബ്ബിങ്ങിന് ശേഷം ബാക്കി തുക, അതിനുശേഷം റിലീസിൽ അവസാന ഫൈനൽ തുക. അതിലെന്തെങ്കിലും തീരുമാനമായോ? അതിന് തീരുമാനമായിട്ടില്ല. അതിപ്പോൾ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും അതിന് എഗ്രി ചെയ്യണം. അത് ഈ 3 സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടൊരു തീരുമാനം എടുത്താലേ അത് വരുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് അതല്ലാതെ പ്രൊഡ്യൂസേഴ്സിലെ മെമ്പേഴ്സിന് സൗജന്യ ഇൻഷുറൻസ് ആണ്. 60-ലധികം പേർക്ക് മാസം 5000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. 5000-ഉം 3000-ഉം ഒക്കെ ആയിട്ട് ഒരു പെൻഷൻ പോലെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തുകയൊക്കെ ഇത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അപ്പോൾ ഈ വനിതാ നിർമ്മാതാവ് ഒരിക്കൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, എന്ത് ചെയ്തു, നിർമ്മാതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചെയ്തതല്ലേ? അങ്ങനെ ആ നിർമ്മാതാക്കളുടെ സംഘടന അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്ക് അതിൻ്റെ അധികാര കസേരയിൽ എത്തണം. അതിനുവേണ്ടി മറ്റുള്ളവരെ അങ്ങ് അവഹേളിക്കുക, അപമാനിക്കുക എന്ന് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് മമ്മൂട്ടി വിളിച്ചു എന്ന് പറയുന്നു. മമ്മൂട്ടി പറയുന്നു എനിക്കങ്ങനെ ഓർമ്മ പോലുമില്ല ഞാൻ വിളിച്ചതായിട്ട് എന്ന് പറയുന്നു. അപ്പം പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന അങ്ങനെ വിഴുപ്പലക്കി മറ്റുള്ളവരെ അപമാനിക്കുന്ന തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കണം. ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നു. ഞാൻ പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ. കോടതി നോക്കുന്നതാണ് ബൈലോ അനുസരിച്ച് കോടതി അതിന് മറുപടി പറയും. ഇനി അംഗങ്ങൾ ഈ കുറച്ച് പേർക്ക് അധികാരത്തിലെത്താൻ വേണ്ടി കുറേ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ടറിയാം, അവിടെ ഒരു പൈസയുടെ അഴിമതി നടക്കുന്നില്ല. അവിടെ ഇരിക്കുന്നവരൊക്കെ അതിൻ്റെ ആവശ്യമുള്ളവരുമല്ല. അവർ വളരെ സത്യസന്ധമായ രീതിയിൽ പോയാലും 300 അംഗങ്ങളെ ഇപ്പോൾ 310 അംഗങ്ങളെ ഉള്ളൂ വോട്ടവകാശമുള്ളത്. അവരെ പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.